കിളിമീനാണ് കറി വെക്കുന്നതെങ്കിൽ ഒത്തിരി മസാലയുടെയോ ഒത്തിരി എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയ എരിവും ചെറിയ പുളിയും ചെറിയ ചാറുമായി വേണം വെക്കുന്നത്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന കിളിമീനാണ്. പഴുത്ത ഒരു മീഡിയം സൈസിലുള്ള തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇത് മൂന്നും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം കറിവേപ്പിലയും. ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വയ്ക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു പിടി കടുകിട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി എന്നിവയും കൂടെ ചേർത്ത് നമുക്ക് നന്നായി വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി ഡ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. തക്കാളിയും ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. എരിവിന് ആവശ്യമായ മുളക് പൊടി, ഞാനിവിടെ മുളക് പൊടി എരിവുള്ളതും കാശ്മീരിയും കൂടി മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഇത് രണ്ടുമാണ് നമ്മൾ പൊടികളായിട്ട് ഇതിനകത്ത് മെയിനായി ചേർക്കുന്നത്. നന്നായി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി അതൊന്ന് ചൂടാക്കിയെടുക്കാം. മസാലയുടെ ആ ഒരു കുത്തലങ്ങ് പോകുന്ന വരെ. മസാലയുടെ പച്ചമണം എല്ലാം പോയി ആ എണ്ണയൊന്ന് ചെറുതായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 പച്ചമുളക് കീറിയിടുന്നുണ്ട്. അതോടൊപ്പം കുടംപുളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ചെറുതായി കീറിയതാണ്. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നമുക്കിനി ആ വെള്ളം ഒഴിച്ച് മിക്സാക്കി അതൊന്ന് നന്നായി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നേരത്തെ ചേർത്ത ഉപ്പ് കുറവാണെങ്കിൽ അത് ഈ സമയം ആഡ് ചെയ്യാവുന്നതാണ്. പാകത്തിന് ഉപ്പാക്കുക. അപ്പോൾ ചാറ് ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ ചാറിൽ കിടന്ന് കഷ്ണങ്ങളൊന്ന് വേകട്ടെ. കറി ഇവിടെ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇച്ചിരിയും കൂടി ചാറ് പറ്റട്ടെ. ഇപ്പോൾ പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ഇച്ചിരി തിക്ക് കിട്ടാനാണ്. അപ്പോൾ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി അതൊന്ന് ചാറിലേക്ക് മിക്സ് ആക്കാം. അപ്പോൾ നമ്മുടെ കിളിമീൻ കറി വെച്ചത് ഇവിടെ റെഡിയാണ്. ഒത്തിരി ചാറൊന്നുമില്ല, കറക്റ്റാണ്. മീൻകറി ആണെങ്കിൽ അത് തലേന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടുന്നതാണ് കൂടുതൽ ടേസ്റ്റി. പുളിയും എരിവും എല്ലാം കറക്റ്റായിട്ട് അന്നേരത്തേക്കും പിടിച്ചിട്ടുണ്ടാക്കും. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക്